കേരളത്തിൽ പാർട്ടി നടത്തിയ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന 14 ജില്ലാ പ്രസിഡന്റുമാരിൽ 10 പേരെയും അകാരണമായി മാറ്റുകയും മറിച്ച് പല ആളുകളെയും തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റിക്കൊണ്ട് പുതിയ ആളുകളെ വയ്ക്കുന്ന ഒരു സംസ്ഥാന നേതൃത്വമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പല കാര്യങ്ങളും ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന നേതൃത്വവുമായി ചേർന്ന് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ജില്ലാ പ്രസിഡന്റായിരുന്ന ഞാനും, ഇദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോഴും ബിന്ദു രവീന്ദ്രൻ, അതുപോലെ തന്നെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ് ശ്രീമതി കരകുളം വസന്ത, ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ കരകുളം നടരാജൻ, ജില്ലയുടെ ഭാരവാഹികളും ബ്ലോക്ക് പ്രസിഡന്റും ശ്രീ സതീഷ് ചന്ദ്രൻ അടക്കം ഉള്ള നേതാക്കളും 1000-ലേറെ പ്രവർത്തകരും ഈ പാർട്ടി വിടാൻ തീരുമാനിച്ചു. NCPS വിടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങള് ശ്രീ ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാനും തീരുമാനിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് 18-ാം തീയതി അസംബ്ലിക്കാർ ഹാളിൽ വെച്ച് ഞങ്ങളുടെ പ്രവർത്തക സമ്മേളനം ഉണ്ടായിരിക്കുന്നതാണ്. ഇത് NCP എന്ന് പറയുന്ന പ്രസ്ഥാനം മാധ്യമ സുഹൃത്തുക്കൾക്കെല്ലാം അറിയാം. ഇന്ന് കേരളത്തിൻ്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ജില്ലാ പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ, പാർട്ടി സംസ്ഥാന ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഉള്ള ആളുകളെല്ലാം കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊഴിഞ്ഞു പോക്കിന് കാരണം എന്താണെന്ന് നാളിതുവരെ നേതൃത്വം ത്തിലിരിക്കുന്ന നേതാക്കന്മാർ എന്തുകൊണ്ടാണ് ഈ പാർട്ടി നേതാക്കന്മാർ പാർട്ടി വിടുന്നത്? ഇനി ഒന്നുമില്ല. കേരളത്തെ സംബന്ധിച്ച് കുറച്ച് നേതാക്കൾ മാത്രം അവശേഷിക്കുന്ന പാർട്ടിയായി കേരളത്തിലെ NCP മാറുകയാണ്. അവരുടെ സ്ഥാനമാനങ്ങൾ നിലനിർത്താൻ വേണ്ടി മാത്രമായിട്ടൊരു പാർട്ടി. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് NCP നിൽക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ചതും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ വരുന്ന ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ NCP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊരു ബാധ്യതയാകാതിരിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കാം. എന്താണ് എന്നുള്ളത് മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്നായി അറിയാം. ഞാനത് വ്യക്തിഹത്യ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം അത് പറയുന്നില്ല. പറയേണ്ടി വന്നാൽ തെളിവ് സഹിതം പറയുകയും ചെയ്യും. അതുകൊണ്ട് പാർട്ടി ഇന്ന് പിളർപ്പിലേക്ക് എന്ന് പറയാനുള്ള സാഹചര്യം പോലും ഇല്ല. അത്രയ്ക്ക് ശോചനീയമായ അവസ്ഥയിലേക്ക് പാർട്ടി എത്തി. എന്നിട്ടും നേതാക്കൾ കണ്ണടച്ചിരുട്ടാക്കുകയാണ്, ഏകാധിപതികളായി മാറുന്നു. അപ്പൊ ആ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾ പാർട്ടിയിൽ നിന്ന് പുറത്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ 90% പ്രവർത്തകരും നേതാക്കളും പാർട്ടി വിടാൻ തീരുമാനിച്ചത്. 1-ാം തീയതി നടക്കുന്ന സമ്മേളനം കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ബഹുമാന്യനായ ശ്രീ ജോസ് കെ മാണി MP അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനോടൊപ്പം കേരള കോൺഗ്രസിന്റെ തന്നെ മന്ത്രി, പാർട്ടിയുടെ മന്ത്രിയായിരിക്കുന്ന ശ്രീ റോഷി അഗസ്റ്റിൻ, അതുപോലെ ചീഫ് വിപ്പ് ജയരാജ് അവറുകൾ, അങ്ങനെ തുടങ്ങി സംസ്ഥാന നേതാക്കളടക്കം എല്ലാവരും പങ്കെടുക്കുന്ന മീറ്റിംഗാണ് 18-ാം തീയതി 3 മണിക്ക് അസംബ്ലിക്കാർ ഹാൾ.